അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. മാറാടി പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ കള്ളുഷാപ്പ് ആരംഭിക്കുന്നതിനെതിരെ ഇന്നും പ്രതിഷേധം. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ മണ്ണെണ്ണയും പിടിച്ചാണ് പ്രതിഷേധിച്ചത്. മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി. മാറാടി പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ കള്ളുഷാപ്പ് പ്രവർത്തനം ആരംഭിക്കുന്നതിനെതിരെ പ്രതിഷേധം തുടരുന്നു. ഷാപ്പിൽ കള്ള് അളക്കുന്നതിനായി ഉടമ എത്തിയതോടെയാണ് ഇന്നും സ്ത്രീകളടക്കമുള്ളവർ മണ്ണെണ്ണയും കയ്യിൽ പിടിച്ച് പ്രതിഷേധിച്ചത്. മാറാടി പഞ്ചായത്തിലെ 5-ാം വാർഡിലെ അവറാച്ചൻ കോളനിയിൽ കഴിഞ്ഞ 1 മാസമായി കള്ളുഷാപ്പ് ആരംഭിക്കുന്നതിനെതിരെ പ്രതിഷേധം തുടരുകയാണ്. പ്രതിഷേധം 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 കള്ള് ഷാപ്പ് ഇവിടെ വേണ്ട, ഇവിടെ സമാധാനം മാത്രം മതി. പ്രതിഷേധം പ്രതിഷേധം കള്ളും വേണ്ട, ഷാപ്പും വേണ്ട. പ്രതിഷേധം പ്രതിഷേധം നാട്ടുകാരുടെ പ്രതിഷേധം 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 അവരാച്ചൻ കോളനി പ്രതിഷേധം. കള്ളുഷാപ്പ് പ്രവർത്തനം ആരംഭിക്കുവാൻ ഹൈക്കോടതി അനുമതി നൽകിയതിനെ തുടർന്നാണ് ഉടമ സ്ഥലത്തെത്തിയത്. ജനവാസ മേഖലയിൽ ഷാപ്പ് ആരംഭിക്കാൻ അനുവദിക്കില്ലെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ജനപ്രതിനിധികളും സ്ത്രീകളും അടക്കമുള്ളവർ പ്രതിഷേധവുമായി ഇന്നും രംഗത്തെത്തി. പ്രദേശത്തെ സമാധാനപരമായ അന്തരീക്ഷം കള്ളുഷാപ്പ് വരുന്നതോടെ തകരുമെന്നതാണ് പ്രദേശവാസികളുടെ പ്രതിഷേധത്തിന് കാരണം. പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തിയ പ്രതിഷേധക്കാരും ഷാപ്പ് ഉടമയുമായി ചർച്ച നടത്തി. സഹായം തുറക്കുന്നതല്ല, ഇവർക്ക് പ്രൊട്ടക്ഷനായിട്ട് നമ്മളോട് കൊടുക്കാനാണ് കോടതി ഉത്തരവിട്ടത്. നിങ്ങൾ വെച്ച അഡ്വക്കേറ്റും ഉണ്ടായിരുന്നു, ഇവരുടെ അഡ്വക്കേറ്റും കോടതിയിൽ വാദം പ്രതിവാദവും കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള ഉത്തരവ് കോടതി വെച്ചിട്ടുള്ളത്. നിങ്ങൾ കോടതി ഉത്തരവ് നടപ്പിലാക്കാവുന്നവരാണ് നമ്മൾ. അപ്പോൾ നിങ്ങളെ ആരും ബലമായിട്ട് നീക്കാനൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളായിട്ട് നിന്നാൽ നമുക്ക് നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ പറ്റും. ഞങ്ങളിപ്പോൾ ഒരു കേസ് എടുക്കുന്നുണ്ടായിരുന്നു ഇവിടെ കൂടിയേർക്കത്. പക്ഷേ കോടതി ഇങ്ങനെ ഒരു ഉത്തരവ് വന്നാൽ പിന്നെ നമുക്ക് കോടതി ഉത്തരവ്, ഞങ്ങൾ നിയമം പാലിക്കേണ്ടവരാണ്. നിയമപരമായിട്ടുള്ള കോടതി പറയുന്ന ഉത്തരവ് അനുസരിക്കേണ്ടവരാണ് ഞങ്ങൾ. മനസ്സിലായോ? സാറേ, പാരിയത്തുകാവിൽ സുപ്രീം കോടതി ഓർഡർ ഉണ്ടായിരുന്നു. 15 പ്രാവശ്യം ഒഴിപ്പിക്കാനായിട്ട് വന്നു. ജനങ്ങൾ പ്രതിരോധിച്ച് മാറാടി പഞ്ചായത്തും ജനപ്രതിനിധികളും പ്രതിഷേധക്കാർക്കൊപ്പമുണ്ടെന്നും തുടർ സമര പരിപാടികൾക്കായി പഞ്ചായത്തിൽ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം നടത്തുമെന്നും ഷാപ്പ് ആരംഭിക്കുന്നതിനെതിരെ ശക്തമായി മുന്നോട്ടു പോകുമെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം മാത്യൂസ് വർക്കി പറഞ്ഞു. അവറാച്ചൻ കോളനിയിൽ കഴിഞ്ഞ 1 മാസക്കാലമായി ഈ പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് രാഷ്ട്രീയ ഭേദമന്യേ ഈ നാട്ടിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കള്ളുഷാപ്പിനെതിരെ, ആരംഭിക്കാൻ ശ്രമിക്കുന്ന കള്ളുഷാപ്പിനെതിരെ സമരത്തിലാണ്. ഈ 1 മാസക്കാലത്തെ സമരം എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ കൂലിവേല ചെയ്താണ് അവരവരുടെ കുടുംബം പുലർത്തി മുന്നോട്ട് പോകുന്നത്. ആ കൂലിവേലയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വീട്ടിലെ വരുമാനത്തിന് ബുദ്ധിമുട്ട് ഉള്ള തരത്തിൽ അവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോകുമ്പോഴും ഈ നാട്ടിലെ ക്രമസമാധാന തകർച്ചയും അതുപോലെ ഈ നാട്ടിൽ മദ്യപാനികളുടെ അഴിഞ്ഞാട്ടവുമെല്ലാം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന നിലയിലാണ് ഇവിടെ അനുവദിച്ചിട്ടുള്ള ഈ കള്ളുഷാപ്പിനെതിരെ സമരവുമായി ഈ പ്രദേശത്തെ ജനങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത്. തീർച്ചയായും മാറാടി ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളും എല്ലാവരും ഒരുമിച്ച് ഈ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ പ്രക്ഷോഭത്തെ മുന്നോട്ട് നയിക്കാൻ ഞങ്ങളെല്ലാവരും തയ്യാറാണ്. അതിനോടൊപ്പം തന്നെ ഇന്ന് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷാൻഡി എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് മാറാടി ഗ്രാമപഞ്ചായത്തിൽ 11 മണിക്ക് സർവകക്ഷി യോഗം ചേരുകയും ഭാവി സമരപരിപാടികൾ ഏത് രീതിയിലായിരിക്കണം എന്നതിനെക്കുറിച്ച് ആലോചിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ അക്കാര്യത്തിൽ നടത്തുകയും ചെയ്യും. തീർച്ചയായും ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജനപ്രതിനിധികളെല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ഇതിന് നല്ലൊരു മുന്നേറ്റം നടത്തി ഈ ഷാപ്പ് ഈ അവറാച്ചൻ കോളനിയിൽ സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായി മുന്നോട്ട് പോകാൻ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടുണ്ടാകും എന്ന് ഈ അവസരത്തിൽ ഞങ്ങളിവിടെ അറിയിക്കുകയാണ്. കോടതി വിധി നടപ്പിലാക്കാനെത്തിയ പോലീസിനെ തടഞ്ഞ പ്രതിഷേധക്കാരിൽ കണ്ടാൽ അറിയാവുന്ന 50 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വരും ദിവസങ്ങളിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാൻഡി എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്.